ഇത് നമ്മുടെ കിറ്റെക്സിൻ്റെ ചാർട്ടാണ്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാണ്ടി വെറുതെ എടുത്തുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ ബംഗ്ലാദേശുമായിട്ടുള്ള ഇഷ്യൂ ഉണ്ടായ സമയത്ത് അത്യാവശ്യം നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ മാസം ഏകദേശം 13-14 സമയങ്ങളിലൊക്കെ ആയിട്ട് പ്രൈസ് നല്ലൊരു മൂവ്മെൻറ്റ് ഏകദേശം 60% ഏകദേശം മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പം അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ 1-2 ദിവസമായിട്ട് ചാർട്ടിൽ ഇപ്പം മടുപ്പാണ് കാണിച്ചിരിക്കുന്നത്. സോ ഞാനതിൻ്റെ ചാർട്ട് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി വെറുതെ എടുക്കുന്നുള്ളതേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് കഥകളൊന്നുമില്ല. ചുമ്മാ ഇരുന്നപ്പം ജസ്റ്റ് ഒന്ന് നോക്കി എന്നുള്ളതേ ഉള്ളൂ. ഈ ചാർട്ട് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 2013 സമയത്താണ് ഇത് ലിസ്റ്റ് ചെയ്യുന്നത്. ലിസ്റ്റ് ചെയ്യുമ്പം അതിൻ്റെ റേറ്റ് ഏകദേശം 40 രൂപ 38 രൂപയ്ക്കാണ് ലിസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം അവിടെ നിന്ന് ചാർട്ട് പതുക്കെ ഗ്രോ ചെയ്യാൻ തുടങ്ങി. ഗ്രോ ചെയ്ത് നേരെ മുകളിലേക്ക് വന്ന് 2015 സമയങ്ങളിലേക്ക് 716 റേഞ്ചിലേക്ക് ഇത് എത്തി. അതാണ് ഏറ്റവും ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത്. ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് 716 റേഞ്ചാണ്. അതിനുശേഷം പതുക്കെ സ്ലോലി ഇത് നേരെ ഒരു ഡൗൺ ട്രെൻഡിലേക്ക് വീണ് തുടങ്ങി ഏകദേശം നമ്മളുടെ 2020 സമയങ്ങളിൽ, അതായത് കോവിഡിൻ്റെ ടൈം ആകുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് അവിടെ നിന്ന് ചെറിയ ഒരു അപ്പ് മൂവ്മെൻറ്റ് കാണിച്ചു തുടങ്ങി. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അപ്പ് മൂവ്മെൻറ്റ് കാണിച്ചു തുടങ്ങിയ ഈ ഒരു സ്റ്റേജിൽ വന്നപ്പോഴത്തേക്കും, അതായത് 162 രൂപ റേഞ്ചിൽ വന്നപ്പോഴത്തേക്കുമാണ് നമ്മുടെ കോവിഡിൻ്റെ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയത്. സോ ആ ഒരു സമയത്ത് എല്ലാ സ്റ്റോക്കും താഴേക്ക് വീണ അതേ കൂട്ടത്തിൽ തന്നെ ഈ സ്റ്റോക്കും പെട്ടെന്ന് അവിടെ നിന്നേക്ക് താഴേക്ക് വീണു. പക്ഷേ അവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഗ്രാജുവലി സ്റ്റോക്ക് നേരെ മുകളിലേക്കാണ് കയറാൻ തുടങ്ങിയത്. ആ സ്റ്റോക്ക് പതുക്കെ കയറി മുകളിൽ വന്ന് ഒരു ഹയർ ഹൈ ഈ ഒരു ലെവലിൽ ഉണ്ടാക്കിയതിന് ശേഷം അതിനുശേഷം നേരെ പിന്നെ താഴേക്ക് വരികയാണ് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈമിലാണ് ആ കേരളമായിട്ടുള്ള ഇഷ്യൂ ഒക്കെ ഉണ്ടായിട്ട് നേരെ തെലുങ്കാന പോയെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എനിക്ക് കറക്റ്റ് അറിയില്ല, ഞാൻ ബാക്കി ഫാക്റ്റുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈമിലാണെന്ന് തോന്നുന്നു. അതിനുശേഷം സ്റ്റോക്കിൻ്റെ വില നേരെ താഴേക്ക് ഇറങ്ങിയതിന് ശേഷം 2023 മെയ് ടൈമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും സ്റ്റോക്ക് പതുക്കെ മുകളിലേക്ക് കയറാൻ തുടങ്ങി. നേരെ മുകളിൽ വന്നു. അതിനുശേഷം ചെറിയ ഒരു ലോ അവിടെ ഉണ്ടാക്കി. ആ ലോ ഉണ്ടാക്കിയ സമയത്താണ് ഈ പറയുന്ന ബംഗ്ലാദേശിൻ്റെ ഇഷ്യൂ ഉണ്ടായിട്ട് നേരെ മുകളിലേക്ക് ഇപ്പോൾ കയറി വന്ന് ഇവിടെ വന്ന് നിൽക്കുന്നു. ഈ നിൽക്കുന്ന ഇപ്പോഴത്തെ ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഒരു ലെവലെന്ന് പറയുന്നത് കൃത്യമായിട്ട് നോക്കി, ഈ ഒരു ലെവലെന്ന് പറയുന്നത് 2017 ഉണ്ടാക്കിയ അതേ ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. ആ 2017 ഉണ്ടാക്കിയ ലെവലെന്ന് പറയുന്നത് 2016 ഏകദേശം 2016 ഹയസ്റ്റ് ലെവൽ അത് തന്നെയാണ്. 2015 ഏകദേശം ഒരു 2014 അവസാനം 2015 ആദ്യമായിട്ട് ഏകദേശം സെയിം ലെവലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഇപ്പം ഈ സ്റ്റോക്ക് നിൽക്കുന്ന ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2014, 15, 16 ആ ഒരു ടൈമിൽ ഉണ്ടാക്കിയിരിക്കുന്ന ലെവലിലാണ് നിൽക്കുന്നത്. നിങ്ങൾ നോക്കി, കറക്റ്റ് ആ ലെവലിൽ തന്നെ ഇപ്പം സ്റ്റോക്ക് നിൽക്കുന്നത്. സോ ഇവിടെ നിന്ന് ഇനിയിപ്പം ചെറിയൊരു അപ്പ് ട്രെൻഡാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. ഇവിടെ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും ഈ സ്റ്റോക്ക്. നമ്മളിവിടെ ജസ്റ്റ് ഒരു സോൺ എന്ന രീതിയിൽ വരയ്ക്കുകയാണ് എങ്കിൽ, ഞാൻ വെറുതെ ഒന്ന് വരച്ച് നോക്കുവാണ്, ഇത് എങ്ങനെയാവും എന്നറിയില്ല. ജസ്റ്റ് നമുക്ക് ആ ഒരു ടൈമിലെ അപ്പർ ഹൈ എല്ലാ ലോകളെല്ലാം കൂട്ടിയെടുത്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം ഇത് എങ്ങനെയാകുമെന്ന്. വെറുതെ ഒന്ന് ജസ്റ്റ് വരച്ച് നോക്കാം. കണ്ടോ, കറക്റ്റ് ലെവലല്ല നിൽക്കുന്നത്. ഞാനിപ്പം ജസ്റ്റ് മന്ത്ലി ചാർട്ടിലേക്ക് ഇട്ടു, വേറെ തന്നെ ഒന്നുമില്ല, ഇതിൻ്റെ വ്യൂ ഒന്ന് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മന്ത്ലി ചാർട്ടിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഇത് നോക്കി, 2014 അവസാനം 2015 ആദ്യം ഉണ്ടാക്കിയിരിക്കുന്ന അതേ ലെവലിൽ തന്നെയാണ് 2016 സമയങ്ങളൊരു ഹൈ ഉണ്ടാക്കിയിട്ടുണ്ട്, 2017 ടൈമിലൊരു ഹൈ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേ ലെവലിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. സോ ഇത് നല്ല ഒരു റെസിസ്റ്റൻസ് ഏരിയയിലാണ് ഇപ്പം നിൽക്കുന്നതെന്നാണ് എൻ്റെ ഒരു ഊഹം. ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് 414, 415 റേഞ്ചിലേക്കാണ്. അപ്പം ഈ ഒരു റെസിസ്റ്റൻസിന്, അതായത് ഇപ്പോൾ ഉണ്ടാക്കി നിൽക്കുന്ന ഈ ഒരു റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഹൈ എന്ന് പറയുന്നത് ഏകദേശം ഒരു 66% അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ് ഒരു 67% നമുക്ക് ഇനിയും ഗ്രോത്ത് ഇവിടുന്ന് പ്രതീക്ഷിക്കാം.
ഇപ്പോഴത്തെ മന്ത്ലി ചാർട്ട് അനുസരിച്ച് മന്ത്ലി ചാർട്ട് നിങ്ങൾ നോക്കിയേ, അത്യാവശ്യം നല്ല ഒരു വോളിയം കാണിക്കുന്നുണ്ട്. സോ മന്ത്ലി ചാർട്ടിൽ ഇത് ഇനിയും കയറി പോകാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ നേരെ വീക്ക്ലിയിലേക്ക് വന്നു കഴിഞ്ഞാൽ വീക്ക്ലി ചാർട്ടിലും അത്യാവശ്യം കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ അത്യാവശ്യം നല്ല ഒരു മൂവ്മെൻറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വീക്ക്ലി ചാർട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും കഴിഞ്ഞ 1-2 ആഴ്ച അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം റീറ്റെയിലേഴ്സ് മാത്രമാണ് നിന്ന് കളിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല വോളിയം ഉണ്ടായിരുന്നു. ഏകദേശം ഡെയിലി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടുത്തെ വോളിയം നോക്കി 6.5 മില്യൺ, 6.3 മില്യൺ, അതിനുശേഷം 13.75 മില്യൺ, അതിനുശേഷം 12 മില്യൺ. 12 മില്യൺ കഴിഞ്ഞ് നേരെ ഒരു സെല്ലിംഗ് വോളിയാണ് കയറിയിരിക്കുന്നത് 3.5 മില്യൺ. ഏകദേശം ആ ഒരു റേഞ്ചിലേക്ക് മാറി. അതായത് ഇപ്പോൾ ഇവിടെ പതിയെ ഇവിടെ സെല്ലേഴ്സിൻ്റെ അല്ലെങ്കിൽ ബൈയിങ് മൊമെൻറ്റം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു സെല്ലേഴ്സാണ് ഇപ്പോൾ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, സെല്ലേഴ്സാണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. പക്ഷേ എന്നാൽ ബയ്യേഴ്സ് ഒട്ടും ഓടുന്ന ഇൻട്രസ്റ്റ് കാണിച്ചു തുടങ്ങിയിട്ടില്ല. അതായത് ഈ വീക്കിൽ എങ്കിൽ ഈ കഴിഞ്ഞ ദിവസത്തെ ചാർട്ടെടുത്ത് നോക്കുവാണെങ്കിൽ അവിടെ ഒരു ബയ്യേഴ്സിൻ്റെ ഒരു അപ്പർ ഹാൻഡ് കാണുന്നില്ല. അതിന് പകരമായിട്ട് സെല്ലേഴ്സാണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. സെല്ലിംഗ് വോളിയമാണ് നിൽക്കുന്നത്. വീക്ക്ലി ചാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് അത് തന്നെ നമുക്ക് മനസ്സിലാവും. ഇത് നോക്കി, സെല്ലിംഗ് വോളിയാണ് അവിടെ നിൽക്കുന്നത്. ബയ്യേഴ്സ് അതിന് മുന്നേ ഉള്ള ആവറേജ് വോളിയം വീക്ക്ലി വോളിയത്തിൽ നല്ല വോളിയം കാണിച്ചിരുന്നെങ്കിൽ പോലും ഇപ്പം സെല്ലേഴ്സ് ഈ വീക്കിൽ ഇപ്പം ഫസ്റ്റ് ഡേ ആയതേ ഉള്ളൂ. എങ്കിൽ പോലും ഞാൻ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുന്ന കൂട്ടത്തിൽ പറയുന്ന കൂട്ടത്തിൽ ജസ്റ്റ് ഒന്ന് പറയുന്നുള്ളതേ ഉള്ളൂ. ഡെയിലി ടൈം ഫ്രെയിം എടുക്കാൻ നേരത്ത് ഇപ്പോഴും വോളിയം പൊതുവെ കുറവാണ്. സെല്ലേഴ്സാണ് ഇവിടെ കൂടി നിൽക്കുന്നത്. സോ എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മൾ ഒരു ബ്രേക്ക് ഔട്ട്, അതായത് മീൻസ് ഇവിടെ നല്ല ഒരു വോളിയത്തോട് കൂടിയിട്ട് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയെങ്കിൽ മാത്രമേ ഇത് മുകളിലേക്ക് പോകാനുള്ള സാധ്യത നമുക്ക് കൂടുതലുള്ളൂ. എന്തായാലും ഇതിവിടെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കുന്നുണ്ട്. കാരണം ഇവിടുത്തെ ഈ മൂവ്മെൻറ്റ് കണ്ട്, അതായത് ബംഗ്ലാദേശിൻ്റെ ആ ഒരു ഇഷ്യൂ കണ്ട് ഇവിടുന്ന് എൻട്രി എടുത്ത വളരെയധികം ആളുകൾ ഇവിടെ ഉണ്ടാവും. സോ നിങ്ങൾ സ്ട്രിക്റ്റായിട്ട് ഈ ഒരു സൈഡിൽ, അതായത് 370 അല്ലെങ്കിൽ 360, 365 ആ ഒരു റേഞ്ചിൽ നിങ്ങൾ സ്ട്രിക്റ്റായിട്ട് ടെസ്റ്റിൽ വെക്കണം. കാരണം അവിടെ നിന്ന് ഒരു കൃത്യമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ്, ഒരു മുകളിലേക്കുള്ളൊരു മൂവ്മെൻറ്റ്, ബൈയിങ് മൂവ്മെൻറ്റ് ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യാതെ ഒരു കാര്യം നടക്കില്ല. സോ അവിടെ നിങ്ങൾ സ്ട്രിക്റ്റായിട്ട് ഒരു 365, 360, 65 ആ ഒരു റേഞ്ചിലൊക്കെ ആയിട്ട് അത്യാവശ്യം ഒരു SL വെച്ച് നിൽക്കുന്നതാണ് ഏറ്റവും സേഫ് എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, താങ്ക് യു.